ഞാൻ നടക്കോ? സൈക്കോളജി പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിന്, പഠിപ്പിച്ചറാ. ഞാനന്ന് പഠിക്കട്ടെ. എനിക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ അറിയും. ഓക്കെ, ഹിപ്പനോട്ടിസ് അല്ല, ഹിപ്പനോട്ടിസോ പറയൂല. ഹിപ്പനോട്ടിസ് ഇതെന്താ പൈക്ക? ഇവിടെ പൈകളൊന്നുമില്ല. ഹിപ്പനോട്ടിസ് അറിയാൻ വേണ്ടിക്ക് മനുഷ്യന്മാരുള്ള. നിങ്ങ കണ്ണട ഇടുന്നതിന്റെ തന്നെ ഇതെന്താന്നറിയോ? കണ്ണട ഇട്ടിട്ട് ലൈവിൽ ഈ രാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് വരുന്നതിന്റെ തന്നെ അടവ് എന്താണ്? എന്താണ്? ലേഡീസ് ഇങ്ങനെ ഗെയിം കളിക്കുന്ന സമയത്ത് ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ നോക്കണം. നോക്കുന്നത് ആരും കാണാനും പാടില്ല. വെരി ഇമ്പോർട്ടന്റ്. എനിക്ക് ഇത്ര വിവരമുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഐസക് ന്യൂട്ടന്റെ കാലത്ത് ഞങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളെ പോലെ ഐസക് ന്യൂട്ടന്റെ കാലത്ത് ഉണ്ടാവേണ്ട ആളാജി. എങ്ങനാ? ഐസക് ന്യൂട്ടന്റെ കാലത്താണ് ഇജ്ജ് ഉണ്ടാവേണ്ടത്. ഐസക് ന്യൂട്ടൺ അയാൾ ഉണ്ടാവേണ്ട കാലത്ത് ഇജ്ജ് ഉണ്ടാവേണ്ടിരുന്നു. എന്നാ പിന്നെ കുരുത്തോലാകാശ ബലജ് കണ്ടുപിടിക്കും. അത് എന്റെ വകയിൽ ഒരു ബന്ധുവായിട്ട് വരും ഐസക് ന്യൂട്ടൺ. അതെ, അയാള് അത്ര ബുദ്ധി ഉണ്ടെങ്കിൽ എനക്ക് കണ്ടുപിടിച്ചു. കുരുത്തോലാകാശ ഇജ്ജ് കണ്ടുപിടിച്ചിരുന്നു. എന്താ എന്ത്? റിപ്പീറ്റ് അഗൈൻ. കുരുത്തോലാകാശ ബലം. ഗുരുത്വ ആപ്പിള് മേലക്കിട്ട് താഴത്തേക്ക് വരുന്നത്. അങ്ങനെ ആപ്പിള് മേലിട്ട താഴേക്ക് വരും. എന്ത് മേലിട്ട് കഴിഞ്ഞാലും താഴോട്ട് വരും. ആപ്പിള് മാത്രല്ല. ഈ ഇക്കാലത്ത് ജനിച്ചേണ്ട ആളെയല്ല. അല്ല, അതല്ല ഇക്കാലത്തല്ല, ഇനി വരുന്ന നൂറ്റാണ്ടിൽ ജനിക്കേണ്ടതായിരുന്നു. എന്താ അറിയില്ല, ഇപ്പം തന്നെ നിന്നിട്ട് ഞാൻ കുറച്ച് പഠിപ്പിച്ചറിയാം നിങ്ങക്ക്. ഗുരുത്വാകർഷണ ബലം. എന്റെ ടീച്ചർ എന്നോട് പഠിച്ചാൻ വേണ്ടി ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ട് അപ്പൊ ഇന്നലെ വന്ന ഇജ്ജ് വന്നിട്ട് പഠിച്ചെന്നാണ്. ആയ കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിച്ചു തരുവാ. പഠിക്കണ്ടേ? അതുകൊണ്ടല്ലേ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറയുന്നത്. ആയ കാലത്ത് പഠിക്കണമായിരുന്നു കാര്യം. നിങ്ങൾ എന്തായാലും ഈ ഷർട്ട്, കണ്ണട ഇതൊക്കെ ഡെയിലി ഇടുന്ന സംഭവങ്ങൾ മാറ്റിയിട്ടേ ലൈവിൽ വരാൻ പറ്റൂ. കാണുന്ന നമുക്കൊരു പാങ് കിട്ടുന്നില്ല. നിങ്ങളെ പാങ്ങിനല്ലല്ലോ ഞാൻ ലൈവിൽ വരുന്നേ. നമുക്ക് കാണുമ്പോ ഒരു രസം വേണ്ടേ? നിങ്ങ എപ്പം കണ്ടില്ല ഞാൻ എപ്പം ഇട്ട ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരുന്നേ? ഞാനിത് ഗെയിമിൽ വരുമ്പോ ഓലിട്ട ഡ്രസ്സ് ഏതാന്ന് ഞാൻ നോക്കില്ല. ഞാൻ ഗെയിം കഴിഞ്ഞ് ഞാൻ പോകും. നിങ്ങൾ എന്തിനാണ് കണ്ണട യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത്. ഇവിടെ ഇക്കാലത്ത് ജനിക്കേണ്ട ആളാണ് നീ. അന്ന് ഐസക് ന്യൂട്ടന്റെ കാലത്ത് ജനിക്കേണ്ട ആളാണെന്ന്. ഐസക് ന്യൂട്ടന്റെ കാലത്ത് ഞാൻ ജനിച്ചനോന്ന് അറിയില്ല. എന്നാലും ഞാൻ ജനിക്കാത്തപ്പോ കുറച്ച് ഇതൊക്കെ ഞാനായിരുന്നു പറഞ്ഞു കൊടുത്തത്, കുറച്ച് ഐഡിയകളൊക്കെ. നിങ്ങൾ പറഞ്ഞ പോലെ ആപ്പിള് മേലിട്ടാ മാത്രല്ല, കല്ല് മേലിട്ടാലും താഴെ വരും. അതന്നെ, അത് കണ്ടുപഠിക്കും. ബലൂണും പട്ടും ഒക്കെ പറന്നു പോവും. അതെന്താ? അതാരാ കണ്ടുപിടിച്ചത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ വന്നത് കുരുത്താലാകാശ ബലം കാണാനാണോ? അതല്ല കാണാനല്ല ഞാൻ വന്നത്. ഇജി ഹിപ്നോട്ടിസം ചെയ്യാനാണോ? അതല്ല ഇജി ഗെയിം കളിക്കാനാണോ? അതല്ല ഇജി എന്താണ് എന്റെ പ്ലാനിങ്? ഗെയിം കളിക്കണമെന്നുണ്ട്, പക്ഷെ ആരുമില്ല. എന്നാലും കുഞ്ഞി പണിഷ്മെന്റ് ആണെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കാൻ വിചാരിച്ചായിരുന്നു. താങ്കളെ കുറിച്ച് സോപ്പിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ട് നടക്കോ? ഇപ്പൊ ഞാൻ ഫ്ലെയിമിക്ക് കൊടുത്ത പണിഷ്മെന്റ് എന്താന്ന് കണ്ടുക്കണോ? പ്ലെയിനാ? ഫ്ലെയിമിക്ക് കൊടുത്ത പണിഷ്മെന്റ് എന്താന്ന് ഇപ്പൊ കണ്ടുക്കണേ ചെയ്യും. ഞാനൊരു ഗെയിമിൽ ഇരിക്കുമ്പോ ഞാൻ നിങ്ങളുടെ ഗെയിം എങ്ങനെ കാണും? അതാ ഞാൻ ചോദിക്കുന്നത്. കണ്ടില്ലേ ചെക്കന്മാര് പറഞ്ഞുതരും. ആണോ? എന്തായിരുന്നു? ആര് പറയുന്നില്ലല്ലോ. മുളകും പൊടി മഞ്ഞപ്പൊടി മിക്സ് ആക്കിയിട്ട് മൂത്ത് തേക്കാന്. അവിടെ മുഖമൊക്കെ പാടെ ചുട്ടി നേറിയിട്ട് പ്രശ്നത്തിൽ നിൽക്കാണ്. അതാ ഞാൻ ചോദിക്കണേ. അത് ഫ്ലെയിം എടുക്കുമായിരിക്കും. കരീമിന്റെ ക്രൂരതകളാണ്. അതിനേക്കാളും ക്രൂരതയാണ് ഞാൻ. ഒരാൾ ഇവിടെ വന്നാൽ മതി, ബാക്കി ക്രൂരത ഞാൻ കാണിച്ചു. അവിടെ കരീമിനെ മഞ്ഞൾപ്പൊടി ഇട്ട് ഇരുത്തിയിട്ട് അതിന്റെ അസൂയക്കാരൻ പറയണതാ. അതാണ് മഞ്ഞൾപ്പൊടി കുടിച്ചു കരീമ്. നീ കളിക്കണ്ടോ ഇല്ല? അപ്പോൾ തേച്ച് വന്നേ ഉള്ളൂ എന്ന്. നിങ്ങൾ തേച്ച് വന്നിട്ടേ ഉള്ളൂ അല്ലേ ഫർസാന? നീ കളിക്കണ്ടോ ഇല്ലേ? കളിക്കാൻ തന്നെ വന്നിന്. അങ്ങനെ നമ്മള് കളിച്ചിട്ടേ പോവും. ബസ് സ്റ്റോപ്പ് 3 രക്ഷിക്കാൻ അന്റെ ഇതൊക്കെ പാടെ എല്ലാരും ഷെയറും മാട്ടും ഒക്കെ ചെയ്തിട്ടുള്ള കളിക്കല്ല. ഓക്കെ, കളിക്കേണ്ടി അക്സെപ്റ്റ് ഷെയർ ചെയ്യും. ഇല്ലെങ്കിൽ
ലൈക്ക് അടിച്ച് എല്ലാരും മാക്സിമം ലൈക്ക് അടിച്ച്. ഇവിടെ ഒറ്റ കുട്ടികളില്ല. ആ ലൈക്ക് അടിക്കുക. കരീന മുഖം നോക്കി മഞ്ഞയുണ്ട്. മഞ്ഞപ്പിത്തായിരിക്കും. ഗേസ് ലൈക്ക് ഗേസ്. എല്ലാവരും ലൈക്ക് അടിച്ച 50 ആൾക്കാർ മാക്സിമം ലൈക്ക്. കൊച്ചിക്കാരോ ലൈക്ക് അടിക്കുക. ആര് വന്ന് പയ്യന്നൂർക്കാരാ ലൈക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ലൈക്കിന് പവർ കാണിച്ചു കൊടുക്കും ഫസ്റ്റ്. അത് നമുക്ക് ശരിയാക്കാം. ഹായ് ഗേസ് ലൈക്ക് ടാപ്പ് നിർത്തണ്ട. മുഹമ്മദ് ജിഷാദ് താങ്ക് യു സോ മച്ച്. 4 റോസ് ഗേസ്. 4 റോസ്. സുമി 4 റോസ്. താങ്ക് യു സോ മച്ച്. മിസ്റ്റർ ബോസ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അഗൈൻ 1 ഒരാൾ ഒരു റോസ് ഇട്ട എന്നാലും ട്രിപ്പിൾ ഓപ്പൺ ആവും ഗേസ്. ഒരാളുണ്ട്. താങ്ക് യു സോ മച്ച് വഴിപോക്കൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് വഴിപോക്കൻ. താങ്ക് യു. 2 കൂടി വേണം. നിസാം താങ്ക് യു. റനീഷേട്ടാ താങ്ക് യു സോ മച്ച്. റനീഷേട്ടാ ഗേസ് ലൈക്ക് ഗേസ്. ആരുമില്ല ഇവിടെ. ആരുമില്ല. ഒന്ന് മാക്സ് വഴിപോക കൊച്ചിക്ക് ജയിപ്പിക്കാടി എന്നിട്ട് ചിരിക്കാണ്ട്. ജാഫർ കണ്ടാണത്ത് താങ്ക് യു സോ മച്ച്. ബനാസ് ബദർ 1 മിനിറ്റ്. ബനാസ്ക ട്രിപ്പിൾ വെച്ച്. നിഖാൻ മാക് താങ്ക് യുടാ. എല്ലാരും ടാപ്പ് അടിക്കണം. പ്ലീസ് നമ്മടുത്ത് ബൂസ്റ്റർ ഒന്നും ഇല്ലടാ. നീ കളി. ഗേസ് ലൈക്ക് ഗേസ്. എല്ലാരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചേ. ജയിച്ചാ നമുക്ക് തേർഡിലേക്ക് കടക്കാം. ഇത് തോറ്റാൽ പണിഷ്മെന്റും എടുക്കാം. വീണ്ടും പണിഷ്മെന്റ്. നിന്റെ ജീവിതം പിന്നെയും ബാക്കി. വീണ്ടും എന്റെ ജീവിതം. അത് ബൂസ്റ്റർ ഇട്ടിന് ആര് അവിടെ ബൂസ്റ്റർ ഇട്ടിട്ട് ആരെങ്കിലും വേണ്ടേ നമുക്ക് 2K അടിക്കാന്? ആരട്ടത്? ആരാ ബൂസ്റ്റർ ഇട്ടേ? താങ്ക് യു സോ മച്ച്. 2 ഇവിടെ ആളെ കൂട്ടി വാ. നിങ്ങൾക്ക് ആളുണ്ടെങ്കിൽ ഇവിടെ ആളുണ്ടാവും. ഓക്കെ, താങ്കൾക്ക് ആളില്ലല്ലോ. ഈ ഒരു ചെറിയ പോയിന്റ് പോലും മറികടക്കാൻ താങ്കൾക്ക് പറ്റുന്നില്ല. പിന്നെന്താ ചെയ്യാ? എന്നിട്ട് ആളെ കൂട്ടി വാന്ന് പറയാ. താങ്കൾ വലിയ എന്താ പറയാ ഗുണ്ടായിസം ചെയ്ത് ഗുണ്ടകളെ പോലെ കുറെ കോയിനും കുറെ സ്കോറൊക്കെ വന്നിരിക്കുന്ന പോലെ ആളെ കൂട്ടി വാ. അതിനൊരു അന്തസ്സുണ്ട്. ഓക്കെ, അല്ലാതെ കുഞ്ഞു സ്കോറാക്കിയിട്ട് നമുക്കിവിടെ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മളും കുഞ്ഞു സ്കോറാണെങ്കിൽ ആളെ കൂട്ടി വാ എന്ന് പറയാനുള്ള ഇതില്ല. തോറ്റ തന്നെ. ഓക്കെ, ഒരു സിംഗിൾ കളി കളിക്കാൻ ആരിലുണ്ടോ? ഹായ്. ഒറ്റ കളി. ഹായ്. കോട്ടയം കുന്നച്ചൻ ഹായ്. ജാഫർ ബാവ ഹായ്. സിംഗിൾ മാച്ച് ആരെങ്കിലും ചങ്കോടുണ്ടോ? ഒരു സിംഗിൾ മാച്ച്, ഒരൊറ്റ സിംഗിൾ മാച്ച്. ഒരു പണിഷ്മെന്റ്